ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ UPSC ഹബ് കേരള. നമ്മൾ ഇന്ന് LDC കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാണ്. സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ ലാഗില്ലാതെ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വൃത്തിയേറിയ നഗരത്തിനുള്ള സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം തുടർച്ചയായ 7ാം തവണയും നേടിയ നഗരം. വൃത്തിയേറിയ നഗരത്തിനുള്ള സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം തുടർച്ചയായ 7ാം തവണയും നേടിയ നഗരം. ഇൻഡോർ. 1,00,000-ൽ താഴെ ജനസംഖ്യയുള്ള വിഭാഗത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം. 1,00,000-ൽ താഴെ ജനസംഖ്യയുള്ള വിഭാഗത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം. സാസ്വത്, മഹാരാഷ്ട്ര. സാസ്വത്, മഹാരാഷ്ട്ര. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച താരം. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച താരം. ശുഭ്മാൻ ഗിൽ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ഭൂട്ടാന്റെ പരമോന്നത ബഹുമതി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ഭൂട്ടാന്റെ പരമോന്നത ബഹുമതി. ഓർഡർ ഓഫ് ഡ്രൂക്ക് ക്യാൽപോ. ഓർഡർ ഓഫ് ഡ്രൂക്ക് ക്യാൽപോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭൂട്ടാന്റെ പരമോന്നത ബഹുമതി സമ്മാനിച്ച രാജാവ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭൂട്ടാന്റെ പരമോന്നത ബഹുമതി സമ്മാനിച്ച രാജാവ്. ജിഗ്മേ ഖൈസർ നംഗ്യേൽ വാങ്ചുക്. ജിഗ്മേ ഖൈസർ നംഗ്യേൽ വാങ്ചുക്. 2024 ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് 100 റിപ്പോർട്ടിൽ ഏറ്റവും കരുത്തുറ്റ ഇൻഷുറൻസ് ബ്രാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സ്ഥാപനം. 2024 ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് 100 റിപ്പോർട്ടിൽ ഏറ്റവും കരുത്തുറ്റ ഇൻഷുറൻസ് ബ്രാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സ്ഥാപനം. LIC. രാജ്യാന്തര ഹോക്കി ഫെഡറേഷന്റെ അത്ലറ്റിക്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരം. PR ശ്രീജേഷ്. PR ശ്രീജേഷ്. ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ ഇന്ത്യയുടെ മുഖ്യ അതിഥിയായ രാഷ്ട്രത്തലവൻ. ഇന്ത്യയുടെ 25ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ ഇന്ത്യയുടെ മുഖ്യാതിഥിയായ രാഷ്ട്രത്തലവൻ. ഇമ്മാനുവൽ മാക്രോൺ. ഇമ്മാനുവൽ മാക്രോൺ. അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിലെ രാംലല്ല വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസം. അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിലെ രാംലല്ല വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസം. 2024 ജനുവരി 22. 2024 ജനുവരി 22. അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ യജമാന സ്ഥാനം വഹിച്ച വ്യക്തി. അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ മുഖ്യ യജമാന സ്ഥാനം വഹിച്ച വ്യക്തി. നരേന്ദ്രമോദി. അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിലെ രാംലല്ല വിഗ്രഹം നിർമ്മിച്ച ശില്പി. അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിലെ രാംലല്ല വിഗ്രഹം നിർമ്മിച്ച ശില്പി. അരുൺ യോഗിരാജ്. അരുൺ യോഗിരാജ്. ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി 9ാം തവണയും അധികാരമേറ്റ നേതാവ്. ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി 9ാം തവണയും അധികാരമേറ്റ നേതാവ്. നിതീഷ് കുമാർ. നിതീഷ് കുമാർ. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ടെസ്റ്റ് ബൗളർ റാങ്കിൽ ഒന്നാമതെത്തുന്ന ആദ്യ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർ. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൽ ടെസ്റ്റ് ബോളർ റാങ്കിൽ ഒന്നാമതെത്തുന്ന ആദ്യ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർ ആരാണ്? ജസ്പ്രീത് ബുംറ. ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായ ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയും സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന വ്യക്തി. ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായ
ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയും സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന വ്യക്തി? കർപ്പൂരി ഠാക്കൂർ. കർപ്പൂരി ഠാക്കൂർ. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി? ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി? LK അദ്വാനി. ഭാരത് രത്നയ്ക്ക് അർഹനായ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ശില്പി? ഭാരത് രത്നത്തിന് അർഹനായ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ശില്പി? ഡോക്ടർ MS സ്വാമിനാഥൻ. ഈ വർഷം ഭാരത് രത്ന പുരസ്കാരത്തിന് അർഹനായ സാമ്പത്തിക പരിഷ്കരണ സമയത്തെ പ്രധാനമന്ത്രി? ഈ വർഷം ഭാരത് രത്ന പുരസ്കാരത്തിന് അർഹനായ സാമ്പത്തിക പരിഷ്കരണ സമയത്തെ പ്രധാനമന്ത്രി? PV നരസിംഹറാവു. ഈ വർഷം ഭാരത് രത്ന പുരസ്കാരത്തിന് അർഹനായ ഏത് മുൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കർഷക ദിനമായി ആചരിക്കുന്നത്? ഈ വർഷം ഭാരത് രത്ന പുരസ്കാരത്തിന് അർഹനായ ഏത് മുൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കർഷക ദിനമായി ആചരിക്കുന്നത്? ചൗധരി ചരൺ സിംഗ്. ചൗധരി ചരൺ സിംഗ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി? പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി? നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമൻ. ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും അധികം ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച മൊറാർജി ദേശായിയുടെ റെക്കോർഡിനൊപ്പം എത്തിയ വ്യക്തി? ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും അധികം ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച മൊറാർജി ദേശായിയുടെ റെക്കോർഡിനൊപ്പം എത്തിയ, അതായത് 6 തവണ എത്തിയ വ്യക്തി? നിർമ്മല സീതാരാമൻ. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന ബഹുമതി സ്വന്തമാക്കിയ ഷൂട്ടിംഗ് താരം? കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന ബഹുമതി സ്വന്തമാക്കിയ ഷൂട്ടിംഗ് താരം? പ്രീതി രജക്. പ്രീതി രജക്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തങ്ങളെ കുറിച്ചുൾപ്പെടെ വിവരങ്ങൾ കണ്ടെത്താനായി ജനുവരി 1 ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം? ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തങ്ങളെ കുറിച്ചുൾപ്പെടെയുള്ള വിവരങ്ങൾ കണ്ടെത്താനായി ജനുവരി 1 ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം? എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റ്. 2024 പുതുവത്സര ദിനത്തിൽ ഇസ്രോ എക്സ്പോസാറ്റ് ഉപഗ്രഹം വിക്ഷേപിച്ച റോക്കറ്റ്? 2024 പുതുവത്സര ദിനത്തിൽ ഇസ്രോ എക്സ്പോസാറ്റ് ഉപഗ്രഹം വിക്ഷേപിച്ച റോക്കറ്റ്? PSLV C-58. PSLV C-58. ഇന്ത്യയിൽ തുറന്ന ലോകത്തെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടം? ഇന്ത്യയിൽ തുറന്ന ലോകത്തെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടം? സൂറത്ത് ഡയമണ്ട് ബോസ്. സൂറത്ത് ഡയമണ്ട് ബോസ്. SDB.